31/5/2025, അതായത് കഴിഞ്ഞ മെയ് മാസമാണ്. അടുത്ത മെയ് മാസം ആവാറായി. കഴിഞ്ഞ മെയ് മാസമാണ് 2025 മെയ് മാസമാണ് LP-ST, അതായത് LP സ്കൂൾ ടീച്ചർമാർക്കുള്ള റാങ്ക് ലിസ്റ്റ് പുറത്ത് ഇറക്കിയത്. 8 ജില്ലകളിലുള്ള ഒരു ആൾക്കാർക്ക് പോലും, റാങ്ക് ലിസ്റ്റിലുള്ള ഒരാൾക്കാർക്ക് പോലും ഇതുവരെ നിയമനം നടപ്പാക്കിയിട്ടില്ല. മറ്റ് 7 ജില്ലകളിൽ പറയാൻ പേരത്തൊക്കെ മാത്രം നിയമനമാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. അതിനെ തുടർന്നുള്ള ഒരു മാർച്ചാണ്, അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള പ്രതിഷേധമാണ്, റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റ് സമരം ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർ കൂടി ഇവിടെയുണ്ട്. നമുക്ക് അവരോട് കൂടി ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം. നിങ്ങളൊക്കെ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ആൾക്കാരാണ്. എത്രാമത്തെ റാങ്ക് ആയിരുന്നു? 84, എറണാകുളം ജില്ല. എന്നാണ് വന്നത്? 2025 മെയ് 31. ഇതുവരെ നിങ്ങൾക്ക് അതിനുള്ള മറ്റ് അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. കഷ്ടപ്പെട്ട് പഠിച്ചത് മാത്രം വെച്ചോ. നമ്മളിപ്പോൾ അവരുടെ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഒന്നും വന്നിട്ടില്ല. DD ഓഫീസിലൊക്കെ പോയിട്ട് ഒരു കാര്യമില്ല. ഒഴിവുകളില്ല. മറ്റവരുടെ ഡിവിഷൻ ഫോള് വന്ന അധ്യാപകർ അതിലേക്ക് പുനർവിന്യസിക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഒഴിവുകളൊക്കെ അങ്ങനെ പോവാണ്. 325 തിരുവനന്തപുരം. 125. ഇല്ല ഒന്നുമില്ല. നമ്മൾ ലിസ്റ്റിൽ നിന്ന് ഒരാളിനെ പോലും എടുത്തിട്ടില്ല ഇതുവരെ. 5 അഡ്വൈസ് പോയിട്ടുണ്ട്, പക്ഷെ അഡ്വൈസ് പോയി ഇതുവരെ എടുത്തിട്ടില്ല. 10 മാസമായി നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു ജില്ലയിലും എടുത്തിട്ടില്ല ഇതുവരെ. 80, തിരുവനന്തപുരം ജില്ലയിൽ 80ാമത്തെ റാങ്ക്. ഇല്ല 27 അഡ്വൈസ് പോയിട്ടുണ്ട്, പക്ഷേ 1ാമത്തെ റാങ്കുകാരി പോലും പുറത്താണ്. മെയ് 31 2025 മെയ് 31 നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയത്. നമ്മൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തരാൻ ഒഴിവില്ല എന്നാണ് പറയുന്നത്. പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 9 പേർ കൂടി കയറിയാൽ അത് ആ വേക്കൻസി നമ്മുടെ നിന്നാണ് പോകുന്നത്. പഴയ റാങ്ക് ലിസ്റ്റിലുള്ള 9 പേരും കൂടെ കയറിയാൽ പുതിയ റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കുകാരന് പോലും നിയമനമാവുള്ളൂ. എൻ്റെ റാങ്ക് 46ആണ്. 2023 LP സ്കൂൾ ടീച്ചറുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതനുസരിച്ചിട്ട് 2024 പരീക്ഷ നടക്കുകയും 2025 അതിൻ്റെ ഇൻ്റർവ്യൂ നടന്ന് 25 മെയ് 31 LP സ്കൂൾ ടീച്ചർമാരുടെ റാങ്ക് ലിസ്റ്റ് വന്നത്. ഇന്നേക്ക് ഇപ്പോൾ 10ാമത്തെ മാസമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ 1ാം റാങ്കുകാർക്ക് പോലും പല ജില്ലകളിലും നിയമനം നടന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന പല ഒഴിവുകളും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഒഴിവുകളെല്ലാം നഷ്ടപ്പെട്ട ഈ ഒരു അവസ്ഥയിൽ ഇവർക്കൊരു ആശ്വാസവാക്കെങ്കിലും വരും എന്ന് പ്രതീക്ഷിച്ച് ഈ 9 മാസം കഴിച്ചുകൂട്ടി. പക്ഷേ ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ആശ്വാസ വാർത്തയെത്തി, ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് ആശ്വാസ വാർത്തയെത്തി, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടും ആശ്വാസ വാർത്ത വന്നു. ഇങ്ങനെ പല വിഭാഗങ്ങൾക്കും ആശ്വാസ വാർത്ത എത്തിയപ്പോഴും ഈ ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് നേരായ വഴിയിലൂടെ റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടേണ്ട ഒഴിവുകളെല്ലാം പൂഴ്ത്തി വെച്ചുകൊണ്ടും ഇവർക്ക് കൊടുക്കേണ്ട ഒഴിവുകൾ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തുകൊണ്ടും ഇവരുടെ അവകാശങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലെങ്കിലും ഈ ഉദ്യോഗാർത്ഥികൾക്ക് നേരെ സർക്കാരിൻ്റെ ശ്രദ്ധ പതിയണം എന്ന ഒരു ഉദ്ദേശത്തോടുകൂടെയും എന്നൊരു അപേക്ഷയോടുകൂടെയുമാണ് ഈ ഒരു അനിശ്ചിതകാല സമരം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇവർക്ക് അവകാശപ്പെട്ട ഒഴിവുകൾ ഈ 3 വർഷത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി വേക്കൻസികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ട് ഇവർക്ക് അവകാശപ്പെട്ട ഇവരുടെ നീതി നടപ്പിലാക്കണം എന്നാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. വെറുതെ ഈ ഉദ്യോഗാർത്ഥികളെ, ഭാവിയിലെ മക്കളെ പഠിപ്പിക്കേണ്ട ടീച്ചർമാരെയാണ് ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം എന്നൊരു ഗതികേടിലേക്ക് ഈ സംവിധാനം എത്തിച്ചിട്ടുള്ളത്. അത് വളരെ ഖേദകരമാണ്. ഈ ഒരു സംവിധാനത്തിൽ മാറ്റമുണ്ടാവണം. PSC എന്നുള്ളത് ഒരു പ്രഹസന സർവീസ് കമ്മീഷൻ ആവരുത്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അത് പബ്ലിക് സർവീസ് കമ്മീഷനാണ് എന്ന് തോന്നുന്ന രീതിയിൽ വരും തലമുറകൾക്ക് പോലും PSCയിലേക്ക് താല്പര്യം തോന്നണമെങ്കിൽ കാര്യക്ഷമമായ നിയമനങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ നിയമനങ്ങൾ ഇവർക്ക് ലഭിക്കണം എന്ന അഭ്യർത്ഥനയുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മുടെ വിദ്യാലയങ്ങളിലെ വിവിധ തലങ്ങളിൽ നിന്ന് മുമ്പോട്ട് പോകുന്ന അധ്യാപകരടക്കം അവരൊക്കെ നേരിടേണ്ടി വരുന്ന അവഗണന വളരെ വളരെ വലുതാണ്. നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സാണ്. ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം കഴിഞ്ഞ 10 മാസമായിട്ട് ഒരു നിയമനങ്ങൾ പോലും ഇതിൽ നിന്നുണ്ടായിട്ടില്ല. അടിസ്ഥാനപരമായിട്ടുള്ള വേക്കൻസീസ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇനിഷ്യൽ വേക്കൻസീസ് പോലും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവാത്ത ഒരു വിഷയം ഇന്ന് നിലനിൽക്കുന്നു എന്നതാണ്. അത് ഈ മേഖലയിൽ മാത്രമല്ല, നമ്മൾ ഓരോ മേഖലകൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള വളരെ വിപരീതമായ സമീപനങ്ങൾ ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നോട് സൂചിപ്പിച്ചത് 11 ജില്ലകളിലാണ് യാതൊരു രീതിയിലുള്ള റിപ്പോർട്ടിങ്ങും ഉണ്ടാവാതിരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിക്കേണ്ട വേക്കൻസീസ് പോലും കൃത്യമായി റിപ്പോർട്ട് ചെയ്യാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അർഹതപ്പെട്ട വ്യക്തികൾക്ക് പോലും നിയമനങ്ങൾ കിട്ടാത്ത സാഹചര്യം ഇന്നുണ്ടാവുന്നു എന്നത് വളരെ ഗൗരവമേറിയ ഒന്നാണ്. അർഹതപ്പെട്ട വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യണ്ടേ?
അവിടെയാണ് ഇതിപ്പോൾ ഞാനൊരു രാഷ്ട്രീയമായി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും അല്ലാതുള്ള നിയമനങ്ങളൊക്കെ വരുമ്പോൾ അർഹതപ്പെട്ട വ്യക്തികളാണ് ഒഴിവാക്കപ്പെട്ടു പോകുന്നത്. ഞങ്ങൾ സുപ്രീം കോടതി വിധി നടപ്പാക്കുമെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ സമരം വിജയിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമുക്കറിയാം PSC ജോലി എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. 4-5 വർഷം അവർ രാപ്പകൽ കഷ്ടപ്പെട്ട് പഠിച്ച് കിട്ടിയ ഒരു റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വരികയും പിന്നീട് അവർക്ക് ജോലി അല്ലെങ്കിൽ നിയമനം സംഭവിക്കാത്ത ഭാഗത്ത് തീർച്ചയായിട്ടും ഇത് ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വീഴ്ചയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇവർക്ക് ജോലി കിട്ടട്ടെ. കാരണം എന്ന് വെച്ചാൽ അവരുടെ അത്രയും കഷ്ടപ്പാടാണ്, അവരുടെ ഹാർഡ് വർക്കിനുള്ളൊരു ആൻസറായിട്ട് അവർക്ക് ഈ ഒരു സമരം വിജയകരമാകട്ടെ.